ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ അന്വേഷിക്കാൻ വേണ്ട, അത് വിട്ടുകളഞ്ഞേരും. ഇതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് അലമ്പാക്കണ്ട. നിങ്ങൾക്കിത് ഇഷ്ടമായി, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റായിട്ട് ഫീൽ ചെയ്താൽ നാളെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് പാരിയറിന് ഇവിടെ ഉണ്ടാവും കേട്ടാ. ഇതേ സ്പോട്ടിലുണ്ടാവും. ഞാൻ ടൗണിലെത്തി എന്നെ വിളിക്കാം കേട്ടോ. ഇതെന്താ ഈ പിള്ളേരെ നീ പോവാത്ത്? എന്തായാലും വീട്ടിൽ പോകത്ത്? സ്കൂൾ വിട്ടാലല്ലോ സാറേ, സൂര്യനൊക്കെ ഒന്ന് പോട്ടെ. ഇരുട്ടായിട്ട് പോവാനാ? എടാ ക്ലാസ് വിട്ടിട്ട് നേരത്രയടാ? അത് ശരി. അപ്പൊ എന്നെ യാത്രയാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ അല്ലേ? അല്ല സാറേ, അത് എടാ ക്ലാസ് വിട്ട് ഇത്രയും നേരമായിട്ട് നിങ്ങളുടെ വീട്ടുകാരൊന്നും അന്വേഷിക്കില്ലേ? അങ്ങനെ വലിയ മൈൻഡൊന്നുമില്ല സാറേ. ഇതെന്താ ഒരു ക്ഷീണം? ഒന്നുമില്ല ഉച്ചയ്ക്ക് ഓർന്ന് കഴിച്ചില്ല. അതിന്റെ ക്ഷീണം. എടാ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കാണ്ട് ഇപ്പൊ ഇരിക്കാൻ പറ്റില്ല. ക്ലാസ് വിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വല്ലതും ഞണ്ണിക്കൂടെ? എന്നും ഈ ചോറല്ലേ സാറേ? ഈ ചോറ് സാമ്പാറല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞാൻ വലിയ ആളായി. അതൊന്നും വേണ്ടാട്ടാ. വീട്ടുകാരൊക്കെ ബഹുമാനിക്കാൻ പഠിക്കും. ഒന്നൊന്ന് പഠിക്കുന്ന പിള്ളേരല്ലടാ നിങ്ങൾ പഠിക്കുന്ന പുസ്തകമാണോ ഈ ഇട്ടേക്കണത്? ഈ പഠിക്കുന്ന പുസ്തകം തറയിലിടുവോ ആരെങ്കിലും കുട്ടികൾ? പുസ്തകം ഇട്ടില്ല സാറേ, ബാഗല്ലേ, പുസ്തകത്തിന്റെ അകത്തല്ലേ. എന്തോ നീ എന്താ പറഞ്ഞേ? പുസ്തകത്തിന്റെ അകത്തല്ലേ. നല്ലൊന്നുമില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഒന്നുമില്ല സാറേ. ഒന്നുമില്ല. ഇല്ല. ഇനി മുതൽ ഈ സ്കൂൾ വിട്ട വഴിക്ക് ഇങ്ങനെ ഇവിടെ ചുറ്റിക്കറക്കൽ വേണ്ട കേട്ടാ. വിട്ടതും വീട്ടിൽ പൊക്കോളണം. എനിക്ക് പോവാൻ നോക്ക്. ഡാ നീ അത്ര വലിയ ആളൊന്നായിട്ടാ പോവാൻ നോക്കടാ. സാറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലെ ഓരോ ടെൻഷൻ, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ട്യൂട്ടോറിയം പഠിത്തമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ടെൻഷൻ. ആ പഠിച്ച സമയം കിട്ടുന്ന ഈ ഒരു സമയത്താണ്. ഓ എന്നാ തലാടിയും പായായിട്ട് പോരടാ. സ്കൂൾ വിട്ട ഇവിടെ കിടന്ന് ഉറയ്ക്കാം. സ്മെല്ലൊന്നുമില്ല, പക്ഷെ എന്തോ ചുറ്റിക്കളി ഉണ്ട്. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മറിമായം